ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ 2025 ദുറൂസുൽ ഇസ്ലാം 1 ഒന്നാമത്തെ ഭാഗം നടത്തിയത്. നമുക്ക് അതിൻ്റെ ചോദ്യപേപ്പർ നോക്കി ഉത്തരം മനസ്സിലാക്കാം. എന്താണ് കോളത്തിൽ ശരിയായപ്പെടുത്താൻ വന്നത്? ഒന്നാമത്തത്, അല്ലാഹു തആലാക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ്? അങ്ങാടിയാണ്, അങ്ങാടികൾ. ഇനി ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ ജമാഅത്തിൽ സംബന്ധിക്കുന്ന നിസ്കാരം. ഏത് നിസ്കാരത്തിലൊക്കെയാണ് ജമാഅത്തിൽ സംബന്ധിക്കുക? സുബഹി നിസ്കാരത്തിലും അസർ നിസ്കാരത്തിലുമാണ് അവർ സംബന്ധിക്കുന്നത്. ഇനി കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. അടുത്തത്, മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ച നബിമാരാണ് ആര്? ഉലുൽ അസ്മുകൾ. അപ്പോൾ ഉലുൽ അസ്മിൽ പെട്ട ആരാണ് ഇവിടെ? മനക്കരുത്തോടെ കൂടുതൽ ത്യാഗം സഹിച്ച നബിയാണ് നൂഹ് അലൈഹിസ്സലാം. ഇതിൽ ഉലുൽ അസ്മിൽ പെട്ട നൂഹാണ് ഇവിടെ ഉള്ളത്, അത് ടിക്ക് ചെയ്യാം. ഇനിയാ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. ഇത് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിനോട് പറഞ്ഞതാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. മുക്കീലുൽ അസറാത്തി, മുക്കീലുൽ അസറാത്തി എന്ന് ആ ബൈത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ മുക്കീലുൽ അസറാത്തി എന്നത് നമുക്കവിടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേരുംപടി ചേർക്കാനാണ്. കഠിന പീഡനം സഹിച്ച സഹാബി ആരാണ്? കഠിനമായ പീഡനം സഹിച്ചത് ആരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കഠിന പീഡനം സഹിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു. അടുത്തത്, വഴിയിൽ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കിയ മഹാൻ ആരായിരുന്നു? മാക്കിലിബ്നു യസാർ. മാക്കിലിബ്നു യസാറാണ് വഴിയിലെ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കിയത്. അപ്പം അതിൻ്റെ ഡി എഴുതാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. ആരായിരുന്നു സംരക്ഷിച്ചത്? അബൂ ത്വാലിബ്. അബൂ ത്വാലിബാണ് സംരക്ഷിച്ചത്. ഇനി ശത്രുക്കൾ കൊടും പട്ടിണിക്കിട്ട സഹാബി ആരായിരുന്നു? ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ഖുറൈശി നേതാവ് അബൂജഹൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ലെറ്റേഴ്സ് അവിടെയൊക്കെ എഴുതാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാൻ കൈകാലുകളിലെ നഖങ്ങൾ കൃത്യമായി മുറിക്കണം. നഖങ്ങൾ എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് വർഷം രഹസ്യ പ്രബോധനം നടത്തും. എത്ര വർഷമായിരുന്നു? 3 വർഷം. സനൽതക്കി ഡാഷ് ഇൻഷാ അല്ലാ, വൈകുന്നേരം കണ്ടുമുട്ടാം. വൈകുന്നേരം എന്നതിൻ്റെ അറബി എന്തായിരുന്നു? മസാഅൻ. സനൽതക്കി മസാഅൻ, നമുക്ക് വൈകുന്നേരം കണ്ടുമുട്ടാം. അങ്ങാടികൾ ഡാഷിൻ്റെ സങ്കേതമാണ്. പിശാജിൻ്റെ സങ്കേതമാണ്. അടുത്തത് ബൈത്ത് നിന്നാണ് വന്നത്. അൻത അഫാറുൽ ഖതായ. പിന്നെ ഇടിയും മിന്നും കാറ്റും റിസ്ക്കും. ചുമതലയുള്ളത് മീക്കായിൽ. അപ്പോൾ അവിടെ കാറ്റും റിസ്ക്കും എന്നതാണ് നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം തൊട്ടിൽ കിടന്ന് സംസാരിച്ച കുട്ടിയുടെ മാതാവ് ആരായിരുന്നു? മറിയം ബീവി റളിയല്ലാഹു അൻഹ. തൊട്ടിൽ കിടന്ന് സംസാരിച്ച കുട്ടി ആരായിരുന്നു? ഈസാ അലൈഹിസ്സലാം. അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ. പിന്നെ ആദ്യമായി എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 14 പേരായിരുന്നു. പിന്നെ മുർസലുകളുടെ എണ്ണം എത്രയാണ്? 313 മുർസലുകളുടെ എണ്ണം. ഇനി ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ ആരുടെ രീതിയാണ്? പിശാജിൻ്റെ രീതിയാണ് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ. അടുത്തത്, സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ കാണും. ആരാണ് സ്വർഗത്തിൽ വെച്ച് അല്ലാഹു തആലയെ കാണുക? സജ്ജനങ്ങൾ. ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു? ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അവിടെ എഴുതാം. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്.
സൂറത്തുൽ മസദിൽ മുന്നറിയിപ്പായിരുന്നു. എന്തിനെക്കുറിച്ചുള്ള? അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിരുന്നു. മലക്കുകളിൽ 2 വിഭാഗത്തിൻ്റെ പേര് എഴുതാം. 2 വിഭാഗം, അതായത് അവരുടെ ജോലികളാണ്. അവരെ ഏൽപ്പിച്ച ഓരോ വിഭാഗത്തിന് ഓരോ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ വിഭാഗത്തിൻ്റെ പേരാണ്. ഒന്ന് അർഷിനെ ചുമക്കുന്നവർ, മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നവർ, ദിക്റിൻ്റെയും ഇൽമിൻ്റെയും മജ്ലിസിൽ പങ്കെടുക്കുന്നവരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള 2 എഴുതാം അവിടെ. പിന്നെന്താണ് അടുത്തത്? നാം വൃത്തിയായി സൂക്ഷിക്കേണ്ട 4 പൊതുസ്ഥലങ്ങൾ എഴുതാൻ. പൊതുസ്ഥലങ്ങൾ: മസ്ജിദ്, വിദ്യാലയം, വായനാസ്ഥലം, ജോലിസ്ഥലം, നമുക്കിഷ്ടമുള്ളതൊക്കെ എഴുതാം. പൊതുസ്ഥലങ്ങളാണ്. ഹോസ്പിറ്റൽ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഇതൊക്കെ പൊതുസ്ഥലങ്ങളാണ്. അങ്ങാടി, ഇതൊക്കെ നാം വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ഇഷ്ടമുള്ള 4 എഴുതാം. പിന്നെ ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത് എന്താണ്? എന്താണ് ആവശ്യപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടുതരികയോ ചെയ്യാനാണ് ഖുറൈശികൾ അബൂ ത്വാലിബിനോട് ആവശ്യപ്പെട്ടത്. അടുത്തതാ, അമ്പിയാക്കൾക്ക് വാജിബായ 4 സിഫത്തുകൾ ഏതെല്ലാം? സിഫത്തുകൾ: സത്യസന്ധത, ബുദ്ധികൂർമ്മത, വിശ്വസ്തത, പ്രബോധനം. അപ്പോൾ അതിൻ്റെ അറബി എഴുതി വെച്ചാലും മതി കേട്ടോ. ഓക്കെ. പിന്നെ മദീനയിൽ രോഗികളെ കാണാത്തതിൻ്റെ കാരണം അന്വേഷിച്ച ഡോക്ടറോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തായിരുന്നു? ഞങ്ങൾ വിശന്നാലേ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാറില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡോക്ടറോട് പറഞ്ഞത്. അടുത്തത് എന്താണ്? കഫിർ അന്നി ദുനൂബി, സാരമെഴുതുക. കഫിർ അന്നി ദുനൂബി, എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേ എന്നാണ്. എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേ. അടുത്തതാ, അറബിയിൽ എഴുതാനാണ്. ഞാൻ മദ്രസയിലേക്ക് പോകും. എന്താണ്? സ അദ്ഹബു ഇലൽ മദ്രസ്, ഞാൻ മദ്രസയിലേക്ക് പോകും. സ അദ്ഹബു ഇലൽ മദ്രസ. ഇനി 5 വരിയിൽ കുറയാതെ കുറിപ്പ് എഴുതണം. നമുക്ക് ഓപ്ഷണൽ ചോദ്യമാണ് തന്നത്, അതുകൊണ്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ലേ? 1 അബൂലഹബിൻ്റെ ധിക്കാരാണ്. അബൂലഹബിൻ്റെ ധിക്കാരാണ് എഴുതേണ്ടത്. പിന്നൊന്ന് ശുചിത്വശീലങ്ങളാണ്. അപ്പോൾ അത് നമ്മളെ അബൂലഹബ് സൂറത്തുൽ മസദ് ഇറങ്ങാൻ കാരണമായ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ ആ ഭാഗം എഴുതി വെച്ചാൽ മതി. പിന്നെ അതുപോലെ ശുചിത്വശീലങ്ങൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതും മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പിന്നെന്താണ്? ത്യാഗം സഹിച്ച സഹാബികളെ കുറിച്ചിട്ട്, സഹാബികളെ ത്യാഗത്തെക്കുറിച്ചിട്ട് എഴുതാനാണ്. പിന്നെന്താണ്? ഇസ്ലാമിലെ ഭക്ഷണ രീതി, ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത് എന്നതിനൊക്കെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ എഴുതിയാൽ മതി. ഇത്രയാണ് ഇത് ദുറൂസുൽ ഇസ്ലാം 1 നിന്ന് വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.